ഹായ് നമസ്കാരം. ഞാൻ ശ്രീലങ്കയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ശ്രീലങ്കൻ കാഴ്ചകളാണ്. കറൻസി എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് ഞാൻ എയർപോർട്ടിന് പുറത്ത് വന്ന് നിൽക്കുകയാണ്. എൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സി കാത്ത് നിൽക്കുകയാണ്. പിക്മി ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ടാക്സി വിളിച്ചത്. അങ്ങനെ ഞാൻ booking.com വഴി ബുക്ക് ചെയ്ത് എൻ്റെ റൂമിൽ എത്തി. ഇതാണ് ഞാൻ ഇന്നലെ ശ്രീലങ്കയിൽ താമസിച്ച സെറ 86 ഹോസ്റ്റൽ. ചെറിയ സ്പേസിൽ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത ബ്യൂട്ടിഫുള്ളായ ഒരു റൂം. അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു ഞാനിവിടെ. എയർപോർട്ടിനടുത്തായിട്ട് കട്ടുനായക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിച്ചത്. ഇവിടെ എയർപോർട്ടിൻ്റെ റൺവേ വളരെ അടുത്താണ്. ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ഭയങ്കര ശബ്ദം എപ്പോഴും ഇവിടുന്ന് കേൾക്കാൻ കഴിയും. ഇനി ഇവിടുന്ന് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചുറ്റുവട്ടം ഒന്ന് കണ്ട് വരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഒരു ചായയും കുടിക്കണം. രാവിലെ നിറയെ പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. നല്ല രസമാണല്ലോ പക്ഷികളുടെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ടുള്ള ഈ നടത്തം. രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് മാൽദീവ്സിലേക്ക് 2024 വരുമ്പോൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ കൊളംബോ എയർപോർട്ടിൽ ഇറങ്ങിയിരുന്നു. പക്ഷേ
എയർപോർട്ടിന് പുറത്ത് കിടക്കാൻ പറ്റിയിരുന്നില്ല. എൻ്റെ ആദ്യത്തെ കൺട്രി എന്ന നിലയിൽ ശ്രീലങ്കയിൽ ഒരു നൈറ്റ്, ഒരു ദിവസം താമസിക്കുക എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ഇപ്പോൾ ശ്രീലങ്കൻ മണ്ണിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്, എൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട്. പ്ലാവ് എൻടോർക്കാണ് ഇപ്പോൾ പോയത്. മെയിൻ റോഡിലേക്ക് നടന്ന് കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ചായ കുടിക്കണം. മെയിൻ റോഡ് എത്തിയിരിക്കുകയാണ്. ഇതേ അവിടെ സാരി ഉടുത്തൊരു ചേച്ചി നിൽക്കുന്നു. കൊച്ചിയിലെ ഏതോ ഒരു സ്ട്രീറ്റിലേക്ക് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ. കേരളം പോലെ തന്നെ. ശ്രീലങ്കൻ ബസ്. ശ്രീലങ്കയിലെ IOC ഔട്ട്ലെറ്റ്. ഇവിടെ പെട്രോളിന് 294 ലങ്കൻ റുപ്പീസാണ്, ഡീസലിന് 279. ഇവിടുത്തെ ഓട്ടോറിക്ഷകൾക്കെല്ലാം ചുമന്ന കളറ്, കൂടുതലും ചുമന്ന കളറ്, പിന്നെ ചിലപ്പോൾ പച്ച കാണാറുണ്ട്, ഒരു ക്രീം കളറ് കാണാറുണ്ട്. ഓട്ടോറിക്ഷയുടെ കളറാണ് വ്യത്യാസം. അല്ലെങ്കിൽ ആ ബസ്സും അല്ലെങ്കിൽ കേരളം പോലെ തന്നെ തോന്നും. ശ്രീലങ്കയിലെ ഒരു ചായക്കടയിൽ കയറി ഒരു ചായയും 2 സ്നാക്സും കഴിച്ചു. 340 ലങ്കൻ റുപ്പീസ്. പക്ഷെ വളരെ നല്ല ചായയും നല്ല സ്നാക്സൊക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു. നല്ല ചായ കുടിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചായക്കട വന്നിട്ട് എല്ലാവരും രാവിലെ സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ആരും രാവിലെ ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചു നടക്കുകയാണ്. എനിക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീലങ്കൻ ലോട്ടറി സ്റ്റാർ. കേരളത്തിലെ പോലെ തന്നെ ഒരു നീല കളറിലുള്ള ഒരു ഓട്ടോ. അടുത്ത ചുമന്നത് ഒരു ഇടവഴി കണ്ടു. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് എന്നൊരാകാംക്ഷ. കുറച്ചൊന്ന് നടന്നു നോക്കാം. സമയം 7:52 ആയിട്ടുണ്ട് ഇപ്പോൾ. ഇന്നലെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ അവരുമായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ കൊളംബോയിലേക്ക് പോകണ്ടെന്നാണ് കൊളംബോ സിറ്റിയിലേക്ക് പോകണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞത്. സമയം കിട്ടില്ല, 45 മിനിറ്റ്സ് യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ തന്നെ കറങ്ങി നടക്കുകയാണ്. നാട്ടുകാരൊക്കെ രാവിലെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊരു റെയിൽവേ ട്രാക്കിനടുത്ത് എത്തിയിട്ടുണ്ട്. വേറെ അമ്മച്ചി നിന്ന് കടയുടെ മുൻഭാഗം വൃത്തിയാക്കുന്നുണ്ട്. ഏതായാലും റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. എയർപോർട്ടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു, അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരാളങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം. അതെ, എയർപോർട്ട് തന്നെയാണ്.
ടേക്ക് ഓഫ് വളരെ ഭീകരമായ ശബ്ദമാണ്. ഞാനങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ റൂമിലേക്ക് പോകണം. സമയം കുറവായതുകൊണ്ട് ഞാൻ ഒരു കുക്ക് വിളിച്ചു. അങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് പോവാണ്. എൻ്റെ ടാക്സി വന്നു. പോകാനായിട്ട് ഇതാണ് എയർപോർട്ടിൻ്റെ മുന്നിലുള്ള ദൃശ്യങ്ങൾ. ഇവിടെ ഒരു ചേട്ടൻ മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നു. മുന്നിൽ കാണുന്നതാണ് അറൈവൽ ഏരിയ. അവിടുന്ന് മെയിൻ റോഡിലേക്ക് കടക്കാൻ അവിടെ എക്സിറ്റ് ഉണ്ട്. ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് വരാൻ ഈ വഴി വരണം. ഇതാണ് ശ്രീലങ്കൻ എയർപോർട്ടിൻ്റെ ഉൾഭാഗം. ചെക്ക് ഇൻ ഏരിയ.